മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എടാ, ഞാൻ ഐദ, നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ നമ്മളിന്ന് എന്താ കാണാൻ പോണത്? CUETയുടെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ CUETൻ്റെ എക്സാം പാറ്റേണിൽ കുറേ ഭയങ്കര കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് എക്സാം നടക്കുന്നത്, ഏതൊക്കെ ലാംഗ്വേജ് ആണ്, നമ്മുടെ സിലബസിൻ്റെ ചെറിയൊരു ഇതെന്താണ്, അതേപോലെ മാർക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. റെഡി? യെസ്. അപ്പം നമ്മളടാ ടെസ്റ്റിൻ്റെ മോഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡാണ് ഈ പ്രാവശ്യം. അതായത് ഓഫ്ലൈൻ ടെസ്റ്റ് പ്ലസ് CBT രണ്ടും നടത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വർഷം നമ്മളിപ്പം CBT മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് നോർത്തിലൊക്കെയുള്ള ഒരുപാട് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഒരുപാട് കൂടുതലായതുകൊണ്ട് എക്സാം ഡേറ്റ് ഒരുപാട് ദിവസം വെച്ചിട്ട് നടത്തേണ്ടി വന്നു. കാരണം CBT സെൻറ്റേഴ്സ് കുറവായിരിക്കുമല്ലോ, OMR ഷീറ്റ് അടിച്ചു കൊടുക്കും പോലെയല്ല. അപ്പോൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സും കൂടി ഇപ്രാവശ്യം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കേരളയിലൊന്നും ഒരുപാട് അങ്ങനെ റൂറൽ പ്ലേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ CBT തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പറയാൻ പറ്റില്ല, അത് അവരുടെ ഫൈനൽ നോട്ടിഫിക്കേഷൻ കാര്യം, അത് അവരുടെ തീരുമാനത്തിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവരെന്താണോ തീരുമാനിക്കുന്നത് ആ രീതിയിലായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ പറയുന്നത് കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന എക്സാം ഓഫ്ലൈനായിട്ട് നടക്കുമെന്നാണ്. അത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ എങ്ങനെ നടത്തും എന്നുള്ളതിൽ അവർ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, CBT തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് മീഡിയം നിങ്ങൾക്ക് 13 ലാംഗ്വേജസിലായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ ഹിന്ദി, അങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്. 13 ലാംഗ്വേജസിലായിട്ട് എഴുതാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മുടെ ഫൈനൽ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ലാംഗ്വേജസിലൊക്കെ എഴുതാൻ പറ്റും. ആൻഡ് സിലബസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന 3 ടെസ്റ്റിനും ഇപ്പോൾ ലാംഗ്വേജസ് ഉണ്ടാകും, ഡൊമൈൻ സബ്ജക്റ്റ്, അതേപോലെ ജനറൽ ടെസ്റ്റ്. ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റീഡിങ് കോംപ്രഹെൻഷൻ, ലിറ്ററി ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി കാര്യങ്ങളൊക്കെയാണ് ലാംഗ്വേജസിൻ്റെ സിലബസിൽ വരുന്നത്. ഡൊമൈൻ സബ്ജക്ട്സുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് 12th ക്ലാസ്സിൻ്റെ സിലബസ് തന്നെയാണ്. ആൻഡ് ജനറൽ ടെസ്റ്റ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, 12th ക്ലാസ് എന്ന് അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും NCERTയിലെ ഡിലീറ്റഡ് പോർഷൻസ് കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളെ കോഴ്സിൽ, അതായത് നമ്മുടെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് CUETക്ക്. നമ്മൾ ആ കോഴ്സിൽ കംപ്ലീറ്റ് ഡിലീറ്റഡ് സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലും കൂടെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. ദെൻ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റിൽ ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, അതേപോലെ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി പോലത്തെ കാര്യങ്ങളാണ് സിലബസ് ആയിട്ട് വരുന്നത്. പിന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് exams.nta.ac.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ CUETയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ. ആൻഡ് നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ലാംഗ്വേജസിലാണെന്നുണ്ടെങ്കിലും ഡൊമൈൻ സബ്ജക്ട്സിലാണെന്നുണ്ടെങ്കിലും ടോട്ടൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ 50 ക്വസ്റ്റ്യനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 40 ക്വസ്റ്റ്യൻസ് ആണ്. 40 out of 50 ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ തന്നെ എല്ലാ എക്സാമിനും 45 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നത്, ലാംഗ്വേജസിനെല്ലാം. ഓക്കെ. ഇനി ഡൊമൈൻ സബ്ജക്ട്സിൽ ഈ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ പ്രാക്ടീസസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ജനറൽ ടെസ്റ്റ്, ഈ സബ്ജക്ട്സുകൾ അല്ലാത്തതൊക്കെ 45 മിനിറ്റ് ആണ്. എന്നാൽ ഈ കാണുന്ന സബ്ജക്റ്റുകളിലൊക്കെ ന്യൂമറിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സബ്ജക്റ്റുകളുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് കേട്ടോ. 1 മണിക്കൂറാണ് നമ്മുടെ എക്സാം ഡ്യൂറേഷൻ. ബാക്കി എല്ലാ ലാംഗ്വേജസ്, ബാക്കി ഡൊമൈൻസിനെല്ലാം വരുന്നത് 45 മിനിറ്റ് ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 33 ലാംഗ്വേജസും 27 ഡൊമൈൻ സബ്ജക്ട്സും ആണ് നമുക്കുള്ളത്. ഇതിൽ നിങ്ങൾക്ക് 6 കോമ്പിനേഷൻസ് വരെ സെലക്ട് ചെയ്യാം. ഒരാൾക്ക് 6 കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. 33 ലാംഗ്വേജസിൽ നിന്നും അതേപോലെ 27 ഡൊമൈൻ സബ്ജക്ട്സിൽ നിന്നും കേട്ടോ. ആൻഡ് ഇതിലെല്ലാം 50 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് അതേപോലെ ജനറൽ ടെസ്റ്റിലും നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ലാംഗ്വേജസിലും ഡൊമൈൻ സബ്ജക്ട്സിലും 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 40 എണ്ണം അറ്റൻഡ് ചെയ്യുക. ജനറൽ ടെസ്റ്റിൻ്റെ കേസിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി മാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിന് 5 മാർക്സ് ആണ്, 5 മാർക്കാണ് കറക്റ്റ് ആൻസറിന് കൊടുക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഉത്തരത്തിന് 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് പോകുന്നത്. ആൻസർ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അൺഅറ്റംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ 0 മാർക്സ് ആണ്. ഇനി അതിൻ്റെ മാർക്കിംഗ് സിസ്റ്റത്തിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കും. അതേപോലെ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത ആൾക്ക് 5 മാർക്ക് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഒറ്റ ഓപ്ഷനും കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിന് 5 മാർക്ക് കൊടുക്കുന്നതായിരിക്കും. റെഡി? ഇനി ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ 200 മാർക്സിലാണ് എന്ത് വരുന്നുണ്ടാവുക, ലാംഗ്വേജസും ഡൊമൈൻ സബ്ജക്ട്സും നിങ്ങൾക്ക് വരുന്നത് 200 മാർക്കിലാണ്. ജനറൽ ടെസ്റ്റിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതുകൊണ്ട് 250 മാർക്കിലാണ് ജനറൽ ടെസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ലാംഗ്വേജസ്, ഡൊമൈൻ സബ്ജക്റ്റ്, അതേപോലെ ബാക്കി എല്ലാ സബ്ജക്ട്സിനും 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 40 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണ്, തെറ്റുത്തരത്തിന് 1 മാർക്കാണ്, ടോട്ടൽ 200 മാർക്സ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്, ലാംഗ്വേജസിനും ഈ കാണുന്ന സബ്ജക്റ്റുകൾ അല്ലാത്ത ഡൊമൈനുകൾക്കും 45 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഈ കാണുന്ന ഡൊമൈൻ സബ്ജക്ട്സിനെല്ലാം വരുന്നത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ്. റെഡി? ഇനി ജനറൽ ടെസ്റ്റിന് നമുക്ക് 1 മണിക്കൂറാണ് സമയം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏകദേശം നമ്മളുടെ ഒരു എക്സാമിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് CUT എക്സാം ഒക്കെ സെറ്റായിട്ട് എഴുതാൻ പോണ കുട്ടികളാണ് അല്ലേ? അപ്പോൾ നമ്മുടെ എജുബോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CUTക്ക് ക്രാഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 499 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. ആൻഡ് അതിൽ സ്റ്റഡി മെറ്റീരിയലും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6000 ആണ്. 5999 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് വീക്ക്ലി ഓഫ്ലൈൻ ടെസ്റ്റ് എഴുതാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. 70 സിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓഫ്ലൈനിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ തൊട്ടടുത്തുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ സിറ്റീസിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ CUTക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഡിലീറ്റഡ് പോർഷൻസും കാര്യങ്ങളൊക്കെ കയറി വന്നുകൊണ്ട് കുറച്ചധികം പ്രിപ്പയർ ചെയ്യാനുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അതാടാ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, CUTക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് എന്ത് ചെയ്യാൻ പറയാം, ജോയിൻ ചെയ്യാൻ പറയാം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. സോ അതുവരേക്കും ബൈ.